സത്യം എന്താണെന്ന്. അത് ശരിയാ. അല്ലെങ്കിൽ വെറുതെ ചേച്ചിയെ കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. അല്ല, നടക്കുമ്പോൾ എന്തെങ്കിലും അസ്വസ്ഥത തോന്നുന്നുണ്ടോ? തോന്നുന്നത് ശരീരത്തിനല്ല ഡോക്ടറെ, എൻ്റെ മനസ്സിന്. എൻ്റെ കുഞ്ഞു പോയില്ലേ, അതും. കരയല്ലേ? നിത്യയുടെ മരണത്തിൽ എനിക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ട് ഡോക്ടറെ. ഉറപ്പിക്കാതെ ആരോടൊന്നും പറയരുതല്ലോ. അതാ ഞാനൊന്നും വെളിപ്പെടുത്താതിരുന്നത്. എൻ്റെ നിത്യമോള് മരിക്കുന്ന ദിവസവും അതെൻ്റെ തലേ ദിവസവും ശരത്തിൻ്റെ പെരുമാറ്റവും സംസാരവും അത്ര ശരിയായിരുന്നില്ല. എന്തോ തീരുമാനിച്ചുറപ്പിച്ചതുപോലെ അവൻ പെരുമാറിയത്. പലതും എന്നോട് വന്ന് പറയുകയും ചെയ്തു. ഒന്നും എനിക്കൊന്നും ഓർമ്മ വരുന്നില്ല. ഒന്നും ഓർക്കണ്ട. മനസ്സിനധികം സ്ട്രെയിൻ കൊടുക്കാതിരിക്കുന്ന നല്ലത്. ആരെയെങ്കിലും ഞാൻ സംശയിക്കുന്നുണ്ടെങ്കിൽ അത് അവനെ മാത്രമാ. അവനല്ലാതെ വേറെ ആരും ഇത് ചെയ്യില്ലെന്ന് ഉള്ളി ഇരുന്ന് ആരോ പറയുന്നത് പോലെ. നമുക്ക് തെളിവ് വേണ്ടേ? അതാ പ്രശ്നം. അതുകൊണ്ടാ ഞാൻ സംശയങ്ങൾ മുഴുവൻ എൻ്റെ മനസ്സിൽ തന്നെ അടക്കുന്നേ. ഡോക്ടറെ, അവൻ്റെ മുഖം ശ്രദ്ധിച്ചായിരുന്നോ? സങ്കടമുണ്ടോ ആ മുഖത്ത്? ഇല്ല എന്ന് മാത്രമല്ല, നല്ല സന്തോഷമുണ്ട്. തൽക്കാലം ഈ സംശയം വേറെ ആരോടും പറയണ്ട. നിത്യയോട് ഇങ്ങനെ ചെയ്തവനെ വെറുതെ വിടില്ലെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക ദേവിക. കയ്യിൽ കിട്ടിയ ദേവിക അവനെ കൊല്ലും. അത് ദേവിക മോളല്ലല്ലോ ചെയ്യേണ്ടത്. അതൊക്കെ ചെയ്യാൻ ഇവിടെ ഞാനില്ലേ? ചെയ്തതാരാണെന്ന് ഉറപ്പിച്ച അവനെ കൊടുക്കാനുള്ളത് ഞാൻ തന്നെ കൊടുക്കും. അതിനാ ഡോക്ടറെ മരിച്ച പോലെ കിടന്ന ഞാൻ എഴുന്നേറ്റ് വന്നേ. അവന്റെ മരണം എൻ്റെ കൈകൊണ്ടാ. കൊല്ലുന്നതിനെ കുറിച്ചൊക്കെ നമുക്ക് പിന്നീട് ആലോചിക്കാം. ആദ്യം അന്വേഷണം ഒന്ന് കഴിയട്ടെ. ദേവിക മോളെ ഇവിടുന്ന് പറഞ്ഞു വിടാൻ നിൽക്കുക പാർവതി. ഞാനതിന് സമ്മതിക്കത്തില്ല. അവരും നിർബന്ധം പഠിച്ച ഞാനും നിർബന്ധം പഠിക്കും. പിന്നെ ഇവിടുന്ന് ഇറങ്ങേണ്ടി വരുന്നത് അവർക്കായിരിക്കും. ശരത്ത് ഇവിടുന്ന് പോകുന്നതും ഇപ്പോൾ അത്ര നല്ലതല്ല. കുറച്ചു കാലം കൂടെ അവരിവിടെ തന്നെ വേണം. എങ്കിലേ
അവൻ്റെ കള്ളത്തരങ്ങൾ പുറത്തു കൊണ്ടുവരാൻ പറ്റൂ. ആരും എങ്ങോട്ടും പോകുന്നില്ല. നിത്യ ആത്മഹത്യ ചെയ്തതല്ലെന്നറിയുമ്പോൾ അമ്മമാരുടെ മനസ്സ് മാറും.